മനുഷ്യരുടെ ഏതൊരു മൂഡിനെ സ്വാധീനിക്കാൻ ശക്തിയുള്ള ഒന്നാണ് സംഗീതം. നമ്മൾ സന്തോഷത്തിലും സങ്കടത്തിലും എക്സൈറ്റ്മെൻറ്റിലും ഒക്കെ സംഗീതം നമ്മൾ ആസ്വദിക്കാറുണ്ട്. കേൾക്കുന്ന ആരെയും കൂടുതൽ കർണാടക സംഗീതത്തിലേക്ക് അടുപ്പിക്കുന്ന രീതിയിലാണ് ഈ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. വിവിധ കാലഘട്ടങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന കർണാടക സംഗീതത്തിലേക്കും ചലച്ചിത്ര ഗാനങ്ങളിലേക്കും ഇത് നമ്മളെ അടുപ്പിക്കുന്നു. നാടഭൈരവി ഭീത് ശാംബ എന്നത് ഒരു സംഗീതകൃതി മാത്രമല്ല, അത് രാഗത്തിന്റെ പാരമ്പര്യത്തിലേക്കുള്ള ഒരു അന്വേഷണം കൂടിയാണ്. പല രാഗങ്ങളിലൂടെയുള്ള ഈ യാത്രയിൽ അറിയാതെ നമ്മളും അതിന്റെ ഭാഗമായി തീരുന്നു. സംഗീതം ഇഷ്ടപ്പെടുന്ന ആർക്കും ഏറ്റവും സന്തോഷം പകരുന്ന രീതിയിലാണ് സാംബശിവ കൈലാസം രാഗോത്സവ് ഒരുക്കിയിട്ടുള്ളത്. നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിലും യാത്രകളിലും കർണാടക സംഗീതം കേൾക്കാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളാണെങ്കിൽ ചലച്ചിത്ര ഗാനങ്ങൾ കർണാടക സംഗീതത്തിലേക്ക് എത്ര മാജിക്കലായി ബ്ലെൻഡ് ചെയ്തിരിക്കുന്നു എന്നത് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കേൾക്കാവുന്ന ഒന്നാണ് രാഗോത്സവ്. നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സംഗീതത്തിന് ഒരു പ്രധാന സ്ഥാനമുണ്ട്. ചിലർക്ക് സംഗീതം ഒരു മരുന്നാണ്, ചിലർക്ക് വേദനകളിലൊരു ആശ്വാസമാണ്, ചിലർക്ക് സന്തോഷത്തിൻ്റെ അവസാന വാക്കാണ്, ചിലർക്ക് പ്രാർത്ഥനയുടെ ഈശ്വരൻ്റെ ഭാവമാണ്. എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് സംഗീതം. മറ്റാർക്കും കഴിയാത്തത് സംഗീതത്തിന് കഴിയും. സംഗീതത്തിന് നമ്മുടെ മനസ്സിൻ്റെ ഭാവങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും. അതെ, സംഗീതം ഒരു സ്വാന്തനമാണ്. കർണാടക സംഗീതത്തിൻ്റെ ഓരോ രാഗത്തിനും ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് രാഗോത്സവ്. രാഗോത്സവം നമുക്കായി അവതരിപ്പിക്കുന്നത് സാംബശിവ കൈലാസമാണ്. സാംബശിവ കൈലാസത്തിൻ്റെ ആലാപനത്തിൽ പാരമ്പര്യത്തിൻ്റെ ഒരു ഭംഗിയും എന്നാൽ നവ്യമായ ഒരു സംഗീത ലോകവും നമുക്കായി തുറന്നു കിട്ടുന്നുണ്ട്. സാംബശിവ കൈലാസം രാഗോത്സവയിലൂടെ പല രാഗങ്ങളാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിൽ 5ാമത്തെ രാഗമാണ് നാടഭൈരവി. നാടഭൈരവിയെ ഒരു ഭക്തിയുടെ ഭാവമാണ് പ്രധാനമായും പ്രതിഫലിക്കുന്നത്. രാഗോത്സവിൽ നാടഭൈരവി പ്രസന്റ് ചെയ്യുന്നതിൽ പഴയതും പുതിയതുമായ പല ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. സാക്സഫോൺ, ഫ്ലൂട്ട്, വീണ, ബാസ് എന്നിവ അതിൽ ചിലതാണ്. പഴയ പാരമ്പര്യം ആ ഒരു തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ഇൻസ്ട്രുമെന്റ്സ് ഇതിൽ ഭംഗിയായി സംയോജിപ്പിച്ചിരിക്കുന്നു. ശ്രീ ഓംകാർ സ്റ്റുഡിയോസിൽ ശ്രീനിധി ഓംകാറാണ് ഈ ഗാനത്തിന്റെ മിക്സിങ്ങും മാസ്റ്ററിങ്ങും നിർവഹിച്ചിരിക്കുന്നത്. കേൾക്കുന്ന ആരെയും കൂടുതൽ കർണാടക സംഗീതത്തിലേക്ക് അടുപ്പിക്കുന്ന രീതിയിലാണ് ഈ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. 19 ഗാനങ്ങൾ അടങ്ങുന്ന ഈ ഒരു ശ്രേണി ശ്രവിക്കുന്ന ആരും കൂടുതൽ സന്തോഷമുള്ളവരായിത്തീരുന്നു. കർണാടക സംഗീതത്തിലെ അമൂല്യരത്നമായ ശ്രീവല്ലി ദേവസേനാപതി എന്ന ഗാനത്തോടെയാണ് ഈ ഒരു ശ്രേണിയുടെ തുടക്കം. കേൾക്കുന്ന ആരെയും ആ ഒരു ഗാനത്തിലേക്കും അതിന്റെ ഭാവമായ ഭക്തിയിലേക്കും അടുപ്പിക്കുന്നതാണ് ഈ ഒരു ഗാനം. ഓരോ രാഗത്തിന്റെയും പാത പിന്തുടർന്നുകൊണ്ടാണ് രാഗോത്സവ് മുന്നോട്ട് പോകുന്നത്. വിവിധ കാലഘട്ടങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന കർണാടക സംഗീതത്തിലേക്കും ചലച്ചിത്ര ഗാനങ്ങളിലേക്കും ഇത് നമ്മളെ അടുപ്പിക്കുന്നു. പലപ്പോഴും കർണാടക സംഗീതത്തിലേക്ക് ചലച്ചിത്ര ഗാനങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്കൊരു അലോസരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ രാഗോത്സവ് പോലത്തെ ഒരു സൃഷ്ടി കേൾക്കുന്ന സമയത്ത് പൂർണ്ണമായും നമ്മളെ ആ ഒരു കർണാടക സംഗീതത്തിൻ്റെ പാരമ്പര്യത്തിൽ മുഴുക്കി നിർത്തിക്കൊണ്ട് തന്നെ ആ ഒരു ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാൻ നമ്മൾക്കൊരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. സാംബശിവ കൈലാസത്തിൻ്റെ ഈ ഒരു സൃഷ്ടി കേൾക്കുന്ന ആരും ആ ഒരു 19 ഗാനങ്ങളിലൂടെ ഒരു യാത്ര നടത്തുകയും കർണാടക സംഗീതത്തിൻ്റെ പാരമ്പര്യത്തിലേക്കും പുതിയ ഗാനങ്ങളുടെ ആ ഒരു നവീനതയിലേക്കും തിരിഞ്ഞു നോക്കാൻ പ്രാപ്തരാവുകയും ചെയ്യുകയാണ്. ഒരിക്കലെങ്കിലും തീർച്ചയായും കേട്ടിരിക്കേണ്ട ഒന്നാണ് രാഗോത്സവ്. രാഗോത്സവിലെ എല്ലാ സീരീസിലൂടെയും രാഗങ്ങളിലൂടെ ഒരു തിരിച്ചുപോക്ക് നമുക്ക് സാധ്യമാകുന്നു. നാടഭൈരവിയുടെ രാഗസൗന്ദര്യം എന്താണെന്ന് സാംബശിവ കൈലാസം നമുക്ക് കാണിച്ചു തരികയാണ്. സംഗീതത്തിന്റെ ഒരു പുതിയ ലോകം തന്നെയാണ് മനോഹരമായ ആലാപനത്തിലൂടെയും സൂക്ഷ്മമായ ഹാർമണിയിലൂടെയും സാംബശിവ കൈലാസം നമുക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്നത്. കർണാടക സംഗീതത്തിന്റെ ഭാവവും ആധുനിക ഗാനത്തിന്റെ പുതുമയും ഒന്നു ചേരുമ്പോൾ രാഗത്തിന്റെ ആത്മാവ് വീണ്ടും ഇവിടെ പുനർജനിക്കുകയാണ്. ഈ കൃതി സമ്പൂർണമായ ഒരു സംഗീതാനുഭവമാണ് ശ്രോതാക്കൾക്ക് നൽകുന്നത്. ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ മുഴുവനായി ഒരു പാട്ട് കേൾക്കുന്നവർ വിരളമാണ്. മുൻപ് 3 സ്റ്റാൻസയിൽ നമ്മൾ പാട്ടുകൾ കേട്ടിരുന്ന സമയത്ത് ഇപ്പോൾ അത് 2 സ്റ്റാൻസയായി ചുരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ പിടിച്ചിരുത്തുന്ന രീതിയിൽ റീലുകളായാണ് ഈ 19 പാട്ടുകളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. നാടഭൈരവി ഭീത് ശാംബ എന്നത് ഒരു സംഗീതകൃതി മാത്രമല്ല, അത് രാഗത്തിന്റെ പാരമ്പര്യത്തിലേക്കുള്ള ഒരു അന്വേഷണം കൂടിയാണ്. നാടഭൈരവി ഭീത് ശാംബ നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്നത് രാഗങ്ങളുടെ ഒരു മായാജാലം തന്നെയാണ്. പല രാഗങ്ങളിലൂടെയുള്ള ഈ യാത്രയിൽ അറിയാതെ നമ്മളും അതിന്റെ ഭാഗമായി തീരുന്നു. മനുഷ്യരുടെ ഏതൊരു മൂഡിനെ സ്വാധീനിക്കാൻ ശക്തിയുള്ള ഒന്നാണ് സംഗീതം. നമ്മൾ സന്തോഷത്തിലും സങ്കടത്തിലും എക്സൈറ്റ്മെന്റിലും ഒക്കെ സംഗീതം നമ്മൾ ആസ്വദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ രാഗോത്സവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ ഒരുപാട് സ്വാധീനിക്കുന്ന പലതും ഈ ഒരു സീരീസിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിലെ ഗാനങ്ങളുടെ തിരഞ്ഞെടുപ്പ്.
19 ഗാനങ്ങൾ നമ്മൾക്ക് ചിരപരിചിതമായ ഗാനങ്ങൾ. എന്നാൽ കർണാടക സംഗീതത്തിൻ്റെ ആ ഒരു പാരമ്പര്യം വിടാതെ തന്നെ ഏറ്റവും മനോഹരമായാണ് ഈ ഒരു സീരീസിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിച്ചു തുടങ്ങിയ ഒരു തലമുറ ഒരിക്കലും കർണാടക സംഗീതത്തിൻ്റെ ഒരു റൂട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധ്യതയില്ല. അങ്ങനെയുള്ളവരുടെ മുന്നിൽ രാഗോത്സവ് വെക്കുന്നത് ഒരു പുതിയ വാതിലാണ്. ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിച്ചുകൊണ്ട് തന്നെ കർണാടക സംഗീതത്തിൻ്റെ റൂട്ടിലേക്ക് തിരിച്ചു പോകാനും ആ ഒരു പാരമ്പര്യം ആസ്വദിക്കാനും രാഗോത്സവത്തിലൂടെ നമുക്ക് കഴിയുന്നു. അതിന് നമ്മൾക്കൊരു വഴിയൊരുക്കിയ സാംബശിവ കൈലാസം ചെയ്തിരിക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. രാഗോത്സവിൽ നാടഭൈരവി ഒരുക്കാൻ പങ്കെടുത്തവരിൽ കീബോർഡിൽ സംഗീത് തോമസ്, സാക്സഫോണിൽ MSV രാജ, സ്ട്രിങ്സിൽ ബാംഗ്ലൂർ സ്ട്രിംഗ് എൻസെമ്പിൾ, വയലിനിൽ സൈമൺ ഓഗസ്റ്റിൻ സാൻഡി, സാരംഗിൽ പ്രൊഫസർ ദീപക് പരമശിവൻ, ബേസിൽ പൃഥ്വ കെയ്ബ്, ഗിറ്റാറിൽ അദ്വൈത് പട്നായിക്, ഫ്ലൂട്ടിൽ നിതീഷ് അമ്മനയ്യ, വീണയിൽ ശുഭ സന്തോഷ്, തബലയും പെർക്കഷനും കാർത്തിക് വൈദ്യുതിയും കാർത്തിക് കൃഷ്ണയുമാണ്. നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിലും യാത്രകളിലും കർണാടക സംഗീതം കേൾക്കാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളാണെങ്കിൽ ചലച്ചിത്ര ഗാനങ്ങൾ കർണാടക സംഗീതത്തിലേക്ക് എത്ര മാജിക്കലായി ബ്ലെൻഡ് ചെയ്തിരിക്കുന്നു എന്നത് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കേൾക്കാവുന്ന ഒന്നാണ് രാഗോത്സവ്. സാംബശിവ കൈലാസമൊരുക്കിയ ഈ രാഗോത്സവം അതിനുവേണ്ടി ചെലവഴിക്കുന്ന സമയം എന്തായാലും നിങ്ങൾക്ക് പാഴാവില്ല. അത്ര മനോഹരമായാണ് ഈ ഗാനങ്ങൾ ഒരുക്കിയതും ആലപിച്ചിരിക്കുന്നതും. രാഗോത്സവിലൂടെ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ശാസ്ത്രീയ സംഗീതത്തിന്റെ ആഴവും ചലച്ചിത്ര ഗാനങ്ങളുടെ നവീനതയും ആസ്വദിക്കാൻ കഴിയും. സാംബശിവ കൈലാസം നമുക്ക് മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്നത് പുതിയൊരു പാതയാണ്. കർണാടക സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന, ചലച്ചിത്ര ഗാനങ്ങളെ ആസ്വദിക്കുന്ന രണ്ട് തലമുറകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണ്ണിയായി മാറിയിരിക്കുകയാണ് സാംബശിവ കൈലാസം. രാഗോത്സവ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. സംഗീതം ഇഷ്ടപ്പെടുന്ന ആർക്കും ഏറ്റവും സന്തോഷം പകരുന്ന രീതിയിലാണ് സാംബശിവ കൈലാസം രാഗോത്സവ് ഒരുക്കിയിട്ടുള്ളത്. രാഗോത്സവ് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ഈ ഗാനങ്ങളെല്ലാം ആസ്വദിക്കാവുന്നതാണ്. കർണാടക സംഗീതത്തിൻ്റെ വേരുകളിലേക്ക് ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു യാത്ര നടത്തുകയാണ് സാംബശിവ കൈലാസം. ആ ഒരു യാത്രയിലേക്ക് പങ്കുചേരാനാണ് രാഗോത്സവത്തിലൂടെ നമ്മളെയും ക്ഷണിക്കുന്നത്. നമുക്ക് ഏവർക്കും ആ ഒരു യാത്രയുടെ ഭാഗമാവാം. സംഗീതത്തിൻ്റെ മാസ്മരികമായ ആ ഒരു ലോകം നമുക്ക് ആസ്വദിക്കാം.